മോദി തന്നെ വരണം. ഇന്ത്യക്ക് ഒരു ഭരണാധികാരിയായിട്ട് നല്ലൊരു ആൾ വരണമെങ്കിൽ മോദി തന്നെ വരണം. അത് ചെയ്യണത് ഞങ്ങൾ BJP വരണമെന്ന് ആഗ്രഹിക്കുന്നു. അത് വന്നാലും വന്നില്ലെങ്കിലും BJP 5 വർഷം ഒരു MP ഉണ്ടായിരുന്നു. അടൂർ പ്രകാശാണ് ഇവിടുത്തെ MP ആയിരുന്നു. ഇവിടെ നല്ല എന്തെങ്കിലും വികസനങ്ങൾ ചെയ്തോ? ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും കാലം നല്ല കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തോ? ഇവിടെ ചെയ്തിട്ടില്ല. മുരളീധരൻ ജയിച്ചാൽ കൊള്ളാന്ന് പറഞ്ഞു. സെൻട്രൽ എന്തായാലും BJP വരും. ഇവിടുന്ന് 2-3 കേന്ദ്രമന്ത്രി ഇവരെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷ. കന്നഡ ബാങ്കിലുള്ള പൈസ വേണം. സർക്കാർ എന്ത് പറയുന്നു നിങ്ങളെ കാര്യത്തില്? കൈമലത്തിൽ കാണിക്കുന്നു. ആര് ജയിച്ചാലും നമുക്ക് ഒരു ഫലവുമില്ല. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് കയ്യെ പിടിക്കാനും കാലെ പിടിക്കാനും ഒക്കെ വരും. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ ഈ അടൂർ പ്രകാശയും എല്ലാവരും ജയിച്ചു പോകും. ഈ നാട്ടിൽ എന്തെന്ന് പോലും കാര്യമില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പേ ഇല്ല. സജീവമായി തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ജയിക്കും. മണ്ഡലത്തിലൊന്ന് BJP വോട്ട് കൊടുക്കണം. നാട് നന്നാവണമെങ്കിൽ അടൂർ പ്രകാശ് MP, നിലവിലെ MP. ഒരു ദിവസം ഈ നാട്ടിലില്ല. ഈ നാട്ടിൽ കേരളത്തിലേ ഇവർ ജയിച്ച് അങ്ങ് പോയി അവരുടെ അവിടെ ചെന്ന് പറയാൻ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം ആര് നേടും ആര് വീഴും? കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ ജനാഭിപ്രായങ്ങളിലൂടെ. എങ്ങനെയുണ്ട് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ അവസ്ഥ? ആർക്കാണ് സാധ്യത? അടൂർ പ്രകാശ്. അടൂർ പ്രകാശ് ജയിക്കുന്നതാണ്. നിലവിലെ MP എന്നുള്ള നിലയിൽ അദ്ദേഹം വലിയ മുന്നേറ്റമാണോ നടത്തിയത്? വലിയ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. 5 വർഷം സജീവമായിരുന്നു. നല്ല ഭൂരിപക്ഷം ജയിക്കുമോ? നല്ല ഭൂരിപക്ഷം സാധ്യത ഉണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ? കുഴപ്പമൊന്നുമില്ല. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കോൺഗ്രസിനകത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയല്ല പരസ്പരം ഗ്രൂപ്പ് പോരുകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പേ ഇല്ല. സജീവമായി തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ജയിക്കും. കട്ടായോട് ജയിക്കും. നല്ല എന്താണ് അതിന് കാരണം? എന്താണ് കാരണം? 7 നിയമമണ്ഡലം, 7 അസംബ്ലി മണ്ഡലമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതെ, മാസ്റ്റർ പാർട്ടിയാണ്. വികസനം, സർക്കാരിന്റെ വികസനം. 7 മണ്ഡലം: കാട്ടാക്കട, വർക്കല, ആറ്റിങ്ങൽ, അരുവിക്കര. പിന്നെ ഏത് മണ്ഡലമുണ്ട്? വാമനപുരം. എല്ലാ മണ്ഡലവും LDFന്റെ മണ്ഡലമാണ്. അതുകൊണ്ട് LDFനാണ് സാധ്യത എന്ന് പറയുന്നത്. പക്ഷേ പാർലമെന്റിൽ പോകുന്നതിൽ ഇന്ത്യ മുന്നണിയുടെ 2 സഖ്യ സ്ഥാനാർത്ഥികളാണുള്ളത്. CPM ഇടതുപക്ഷം ജയിച്ചാലും കോൺഗ്രസിൻ്റെ UDF സ്ഥാനാർത്ഥി ജയിച്ചാലും ഒരു മുന്നണിക്കാണ് പിന്തുണ കൊടുക്കുക, ഇന്ത്യ മുന്നണിക്ക്. അപ്പോൾ ജനം ഡയറക്റ്റ് ചിന്തിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? പാർലമെന്റിലെ ഇന്ത്യ ഐക്യം ജയിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഇടതുപക്ഷവും പിന്നെ UDFും എല്ലാം ഇന്ത്യ മുന്നണിയിലാണല്ലോ. മാക്സിമം കോൺഗ്രസ് സീറ്റ് കൂട്ടണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. സീറ്റ് കൂട്ടണമെന്നാണ് പറയുന്നത്. കോൺഗ്രസ് സീറ്റ് കൂടുതൽ കിട്ടും നാഷണൽ തലത്തിൽ. നോർത്ത് ഇന്ത്യയിൽ കോൺഗ്രസിന് സീറ്റ് കൂടുതൽ കിട്ടും. കേരളത്തിൽ ഇടതുപക്ഷത്തിനാണ്. കഴിഞ്ഞ തവണ 19 UDF ജയിച്ചു. രാജീവ് ഗാന്ധി, പ്രധാനമന്ത്രി രാഹുൽ പ്രതീക്ഷിച്ചാണ് ചെയ്തത്. ഇത്തവണ രാഹുൽ പ്രധാനമന്ത്രി ആവൂലേ? അപ്പൊ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരാണ്? ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി തീരുമാനിച്ചില്ല. ഇതുവരെ തീരുമാനിച്ചു. അടൂർ പ്രകാശിനാണ് സാധ്യത. അടൂർ പ്രകാശിന്റെ വികസന നേട്ടങ്ങളാണോ? നല്ല വികസനം അയാളെ കൊണ്ട് കഴിഞ്ഞ നല്ല ചെയ്തിട്ടുണ്ട്. കൊറോണ സമയത്ത് എല്ലാ MP സമയത്ത് എല്ലാവരും മാറിയിരുന്നു. എല്ലാവർക്കും ഒന്നും ഫണ്ടില്ല. എന്നാലും അങ്ങനെ കൊണ്ട് കഴിയുന്നെല്ലാം ചെയ്തിട്ടുണ്ട്. ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഫണ്ട് കേന്ദ്ര സർക്കാർ കൊടുത്തില്ലല്ലോ, അറിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇവിടെ എല്ലാ സമയത്തും ഉണ്ട് ആൾ. MP സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരു പഞ്ചായത്ത് മെമ്പർ എപ്പോഴും കാണാൻ കിട്ടൂല. പാർലമെന്റ് അംഗം നിലയിൽ ആവശ്യത്തിനുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ഒരാൾ നേരത്തെ നമ്മളൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ ഒരാൾ സൂചിപ്പിച്ചു,
അടുത്ത് UDFന്റെ സർക്കാർ സംസ്ഥാനത്ത് വരുമ്പോൾ അടൂർ പ്രകാശ് സംസ്ഥാനത്ത് മന്ത്രിയാവാൻ വേണ്ടി ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ ചിലപ്പോൾ അദ്ദേഹം സൈലന്റ് ആയിട്ട് മാറിക്കളയും ഒരാളൊരു അഭിപ്രായം പറഞ്ഞതാണ്. പ്രവർത്തിക്കാൻ നല്ല രീതിയിൽ അല്ല, അദ്ദേഹം നേരത്തെ പറഞ്ഞ ആള് പറഞ്ഞത് അദ്ദേഹം അടുത്ത തവണ ഇവിടെ മന്ത്രിയാവാനുള്ള ഒരു ആഗ്രഹം ഉള്ള ഒരാളാണ്. അത് വെറുതെ പറയുന്നത്. അതിനൊരു സാധ്യതയില്ല. മത്സരിക്കുക അല്ലെങ്കിൽ ഇത്രയും കള്ളോട്ടും ഇരട്ടിപ്പോട്ടും അങ്ങനെ പുറത്തുകൊണ്ട് ഒരുപാട് പേര് നിയമ യുദ്ധമൊക്കെ നടത്തി അതിനുവേണ്ടി എങ്ങനെ പുറത്ത് ആളിനെ ഇരുത്തിയുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ തോക്കാൻ വേണ്ടിയുള്ളതാണ് എല്ലാം ചെയ്തില്ല. അപ്പൊ കേന്ദ്രത്തില് ഇന്ത്യ മുന്നണി സഖ്യം വന്നാൽ അടൂർ പ്രകാശ് മന്ത്രിയാവൂ? ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കും. ചിലപ്പോൾ സാധ്യതയില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിൽക്കും. മത്സരം എല്ലാം നല്ല ജയിക്കാൻ വേണ്ടിയുള്ള മത്സരം തന്നെയാണ്. ഇലക്ഷനിൽ വോട്ടുണ്ടോ? ഇല്ല. ചേച്ചിക്ക എവിടെയാ വോട്ട്? കാട്ടാക്കട മണ്ഡലമാണോ? ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം. ആർക്കാണ് സാധ്യത എന്നല്ല പറയാമോ? ഇല്ല. എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? അടിപൊളി. ആർക്കാണ് സാധ്യത? അത് പറയാൻ കഴിയില്ല. നിലവിൽ ഒരു ഇത് കോൺഗ്രസിൻ്റെ MP അടൂർ പ്രകാശിൻ്റെ മണ്ഡലമാണ് ആറ്റിങ്ങൽ. അദ്ദേഹം എങ്ങനെയുണ്ട്? അടുത്ത തവണയും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമോ? ഒരു വക പറയാൻ പറ്റില്ല, എല്ലാം വരും പോലെ ഇരിക്കും. ആർക്കാണ് മുൻതൂക്കമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. ഒരു ത്രികോണം നിൽക്കുകയാണ്, കട്ടയ്ക്ക് നിൽക്കാനല്ലായിരുന്നു. ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഒരു കേന്ദ്രമന്ത്രി, പിന്നെ 2 പ്രബല മുന്നണികൾ. ജനം ഇതുവരെ തീരുമാനം എടുത്തില്ലെന്നാണ് പറയണത്. ജനം തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. ഇനിയും സമയമുണ്ടെന്നാണ്. ഇനി സമയമുണ്ട്, ഇനി ഒരാഴ്ച ഉണ്ട്. ആലോചിച്ച് ചെയ്യും. അപ്പോഴാലോചിച്ച് അങ്ങ് നീങ്ങും. ആർക്ക് ചെയ്യണമെന്നുള്ള കാര്യം സമയമുള്ളതുകൊണ്ടാണ്. ഓക്കെ. മുരളീധരൻ ജയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മുരളി ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു കേന്ദ്രമന്ത്രി, കേന്ദ്രം BJP വരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുരളീധരൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കും. വികസനം വരുമെന്നാണ്. വികസനം വരും. നിലവിൽ വികസനം ഇല്ലേ ഇവിടെ? ഞാനിപ്പോ ഒരു കുറച്ച് ദിവസമായുള്ളൂ. കച്ചവടമൊക്കെ ഉണ്ടോ? ഞാൻ ചെന്നൈയിലായിരുന്നു. ഇപ്പൊ മുരളീധരൻ വന്നാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? അതായത് സെൻട്രൽ എന്തായാലും BJP വരും. ഇവിടുന്ന് 2-3 കേന്ദ്രമന്ത്രി ഇവരെ പോയാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നൊരു പ്രതീക്ഷ. നമ്മളൊരു ആഗ്രഹം പ്രതീക്ഷിക്കാനല്ലേ പറ്റുള്ളൂ. പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം. മുന്നണികളും ഒരേപോലെ നിൽക്കുന്നുണ്ട്. കട്ടയ്ക്ക് നിൽക്കുകയാണ് 3 മുന്നണികളും. 3 പേരും പ്രബലന്മാരാണ്. മുന്നണികളുടെ സ്ഥാനം ഒരാൾ ഒരു കേന്ദ്രമന്ത്രി, ഒരാൾ ഒരു MLA ആണ്, ഒരാൾ നിലവിലെ MP ആണ്. നല്ല കാര്യങ്ങൾ ചെയ്യണം. ഇത്രയും കാലം നല്ല കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തോ? അവിടെ ചെയ്തിട്ടില്ല. ഇനി ആരെങ്കിലും ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ഉള്ളവർക്ക് വോട്ട് ചെയ്യും. ആര് ജയിച്ചു വന്നിരുന്നാലും നമ്മളെ നിക്ഷേപിച്ച പൈസ കിട്ടുന്ന അത്രയും. പൈസയൊക്കെ മുടങ്ങി കിടക്കുകയാണ്. കണ്ടള ബാങ്കിലുള്ള പൈസ ആര് ജയിച്ചിരുന്നാലും. കണ്ടള ബാങ്കിന്റെ കാര്യം എന്തെങ്കിലും ആയോ? അയാൾ ഇറങ്ങിയില്ലല്ലോ ഇതുവരെ. അല്ല, അകത്തല്ലേ? ഇറങ്ങിയോ? ജാമ്യം കിട്ടിയോ? അതെന്തായി? ഇവിടുത്തെ സർക്കാർ എന്ത് പറയുന്നു നിങ്ങളെ കാര്യത്തില്? കൈമലത്തിൽ കാണിക്കുന്നു, അത്രയും. അപ്പോഴേ ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിക്ഷേപകരെല്ലാം കൂടെ എന്തെങ്കിലും തീരുമാനം എടുത്തോ? നമ്മളെ പൈസ കിട്ടണം, അത്രയേ ഉള്ളൂ. ആര് വാങ്ങിച്ചു തരണോ എത്ര രൂപയുണ്ട് ബാങ്കില്? കുറച്ച് പൈസ അടച്ചിട്ടുണ്ട്. ബ്ലോക്കായി കിടക്കുകയാണ്. പൈസ കിടക്കുകയാണ്. എല്ലാവർക്കും പൈസ കൊടുക്കാൻ തന്നെ കിടക്കുന്നത്. കോടിക്കണക്കിന് രൂപയല്ലേ പോയത്? മണ്ഡലത്തിലൊന്ന് BJPക്ക് വോട്ട് കൊടുക്കണം, നാട് നന്നാവണമെങ്കിൽ. നാട്ടിൽ വികസനമൊന്നുമില്ല. LDF ഉം UDF ഉം പരസ്പരം ധാരണ. അവർ രണ്ടുപേരും അഴിമതിക്കാരാണ്, അഴിമതി പാർട്ടിയാണ്. ഒരാളിപ്പോ ഇരുന്ന് കണ്ടില്ലേ ഭരിക്കണത്, കുടിക്കണത്. നിലവിലെ MP വലിയ മെച്ചമില്ലെന്നാണല്ലോ. നിലവിലെ MP മെച്ചമില്ല. ഞങ്ങളൊരു ഗുണവും കണ്ടില്ല. വോട്ട് വാങ്ങി പോയതല്ല, മെച്ചമില്ല. മോദിയുടെ പിന്നെ കേന്ദ്രത്തിൽ മോദി തന്നെ വരണം. ഇന്ത്യക്ക് ഒരു ഭരണാധികാരിയായി നല്ലൊരു ആള് വരണമെങ്കിൽ മോദി തന്നെ വരണം. അടൂർ പ്രകാശിനാണ് സാധ്യത. അടൂർ പ്രകാശ് നിലവിലെ MP. അടൂർ പ്രകാശ് വരണം തന്നെയാണ് നമ്മുടെ താല്പര്യവും. അടുത്ത ഭരണവും കോൺഗ്രസിന് കിട്ടണമെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട്. അടൂർ പ്രകാശ് കഴിഞ്ഞ 5 വർഷം ഇവിടെ MP ആയിരുന്നു. വികസനങ്ങൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വികസനം? വികസനങ്ങളെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ചെയ്യാവുന്ന വികസനമെല്ലാം
അടൂർ പ്രകാശ് ചെയ്തിട്ടുണ്ട്. മണ്ഡലത്തിലെ MP നിറസാന്നിധ്യമായിരുന്നു, അതാ കാണാനില്ലായിരുന്നോ? ഇല്ല, ഉണ്ടായിരുന്നു. ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും നമ്മളോടൊപ്പം തന്നെയാണ് ഉണ്ടായിരുന്നു. ഏതാവശ്യത്തിന് ഓടിയെത്തുന്ന MP ആണെന്ന് പറയാൻ പറ്റുമോ? ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും? 3 മുന്നണികൾ പ്രബലന്മാരാണ്. ഒരു കേന്ദ്രമന്ത്രിയും പിന്നെ ഒരു MLA-യും ഒരു നിലവിലെ MP അടൂർ പ്രകാശ്, ജോയി വി മുരളീധരൻ. എങ്ങനെ കാണുന്നു? ആര് ജയിച്ചാലും നമുക്ക് എന്തെങ്കിലും നാടിന് ഗുണമുണ്ടോ? നമുക്ക് ഒരു ഫലവുമില്ല. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് കയ്യെ പിടിക്കാനും കാലെ പിടിക്കാനും ഒക്കെ വരും. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ ഈ അടൂർ പ്രകാശയും എല്ലാവരും ജയിച്ചു പോയി. ഈ നാട്ടിൽ എന്തെന്ന് പോലും കേൾക്കാൻ ആരുമില്ല. അതുപോലെ പന്ന്യൻ രവീന്ദ്രൻ ജയിച്ചു പോയി, ഇവിടെ നിന്ന് ജയിച്ചു പോയി. എന്ത് നേടി? ഒന്നും തന്നിട്ടില്ല ആർക്കും. പിന്നെ IB സതീഷ് ഈ നാട്ടുകാരായതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓടി വരുന്നതാണ്. അല്ലെങ്കിൽ അതുമില്ല. കാട്ടാക്കട MLA അവർ ഈ നാട്ടിലുള്ളതിനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓടി വരും. ഇല്ലാതെ ആർക്കും ഇതിലൊരു പ്രതിഫലം ഇല്ല. അവരവർ ജയിച്ച് അവരവരെ കുടുംബം രക്ഷപ്പെട്ടു പോകും. നമ്മൾ നേരം വെളുത്ത് വെളുപ്പാകാലം വന്നിടത്തുള്ള പാട് വിട്ടല്ലേ നമുക്ക് അവകാശം. നമുക്ക് പോകണമെന്ന് തോന്നുന്നു, പോയില്ലെങ്കിൽ എന്ത് നമ്മളെ പിടിച്ചോണ്ടില്ലല്ലോ അവര്. അല്ലാണ്ട് ഒരു വീടുകളിൽ എന്താണ് സംഭവം നടക്കുന്നത് ഏതൊന്നും നമ്മൾ ഓടി ചെന്ന് ആരുടെ പറയാൻ പറ്റും. സ്റ്റേഷനിൽ നമുക്ക് ഒരു പരാതി കൊടുത്തിരുന്നാൽ അങ്ങേര് തന്നെ അവർ തന്നെ വന്ന് നോക്കാനായിട്ട് നല്ല പാടാണ്. അല്ലെങ്കിൽ നമ്മൾ വണ്ടി കൊണ്ടുപോയി പിടിച്ചോണ്ട് വരണം. രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നൊരു പരാതിയാണ്. അതെ, പ്രത്യേകിച്ച് അങ്ങനെ വേറെ MLA ആയാലും നമ്മുടെ അടുത്ത അയൽവക്കമായിട്ടുള്ള സതീശനുണ്ട്. IB സതീശൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ. നമുക്ക് ഓടി ചെന്ന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെ IB സതീശൻ നല്ല രീതിയിൽ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും 100% ഉറപ്പ്. IB സതീഷ് MLA പറയുന്ന ആൾക്ക് വോട്ട് ചെയ്യും. അതെ, പുള്ളി അങ്ങനെയൊന്നുമില്ല. ഏത് രീതിയിൽ നമുക്ക് പ്രവർത്തിച്ച് കാണിക്കുന്നു നമുക്ക് ഇഷ്ടം, മനസ്സിന് ഇഷ്ടപ്പെടുന്നവർക്ക് വോട്ട് ചെയ്യും. അതാണ് നമ്മളൊരു അഭിപ്രായം. നാടിന് ഗുണമുണ്ടാകുന്നവർ ചെയ്യണം. ഇവർ ജയിച്ച് അങ്ങ് പോയി അവരുടെ അവിടെ ചെന്ന് പറയാൻ പറ്റും. ഇവിടെ വികസനമൊക്കെ ഉണ്ടോ? വികസനം എന്തോന്ന് വികസനം നിങ്ങൾക്കറിയാവുന്ന വികസനം തന്നെ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് എന്താ വികസനം? ഇല്ല, ഒരു വികസനം ഈ നാട്ടിലില്ല. ഈ നാട്ടിൽ നല്ല കേരളത്തിലേ ഇല്ല. കൂലിവേലക്കാർ പോലും കഷ്ടപ്പെടുമ്പോൾ പിന്നെ വരുമാനമല്ലോ, വീടുകളിൽ വരുമാനമല്ലോ. വീടുകളിൽ വരുമാനം ഉണ്ടെങ്കിലേ അഭ്യർത്ഥിച്ചു എല്ലാം എനിക്ക് എന്നുള്ള ഒരു മനോഭാവം പാടില്ല. ആർക്കായിരുന്നാലും പാടില്ല. നിങ്ങൾക്കായിരുന്നാലും എനിക്കായിരുന്നാലും എല്ലാം എനിക്കാണ് എന്നുള്ള മനോഭാവം മാറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങൾക്ക് തന്നെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയാൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്, മക്കളുണ്ടെന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം വേണം. അല്ലാതെ ഞാൻ മാത്രം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കയറുകയാണെങ്കിൽ ആ കുടുംബജീവിതം ശരിയാകില്ല. അതുപോലെയാണ് ഒരു രാജ്യമായിരുന്നാലും നാടായിരുന്നാലും എവിടെയായിരുന്നു. നിലവിൽ എങ്ങനെ പോകുന്നു ഇവിടുത്തെ അവസ്ഥകളൊക്കെ? BJPക്ക് പോകുന്നു തോന്നുന്നു. ചാൻസ് ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ? 3 മുന്നണികൾ, പ്രബല മുന്നണികൾ, ഒരു കേന്ദ്രമന്ത്രി, ഒരു MP, ഒരു MLA. അപ്പം പ്രതിസന്ധി ഉണ്ടോ? ആർക്ക് ചെയ്യണമെന്നുള്ളൊരു ആശങ്ക ഉണ്ടോ? ആർക്ക് ചെയ്യണത്? ഞങ്ങൾ BJPക്ക് ചെയ്യും. BJP വരണമെന്ന് ആഗ്രഹിക്കുന്നു. അത് വന്നാലും വന്നില്ലെങ്കിലും അവർക്ക് BJPക്ക് തന്നെ ഒരു കേന്ദ്രത്തിൽ ഭരണം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ BJPയുടെ ഒരു MP ഉണ്ടാവട്ടെ എന്നാണ്. നിലവിൽ കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. ആര് ജയിച്ചാലും വികസനം എന്ന് പറയുന്നത് നാട്ടിൽ എന്തെങ്കിലും ഉണ്ടാവണം. അവർക്ക് വോട്ട് ചെയ്യും. പ്രത്യേകിച്ച് ഒരാളോട് താല്പര്യമില്ല. അങ്ങനെയല്ല, വികസനം കൊണ്ടുവരുന്നവരെ പിന്തുണയ്ക്കുന്നുള്ളതാണ്. 5 വർഷം ഒരു MP ഉണ്ടായിരുന്നു. അടൂർ പ്രകാശാണ് ഇവിടുത്തെ MP ആയിരുന്നു. പുള്ളി നല്ല എന്തെങ്കിലും വികസനങ്ങൾ ചെയ്തോ? ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ചൊരു മാറ്റം ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നു. വികസനം ഉണ്ടോ ഇവിടെ? ഒത്തിരി വികസനം നടക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ നാട്ടിൽ ആദ്യമായിരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ത്രികോണ മത്സരം അവരുടെ തീരുമാനമാണ്. അതെ, അവരുടെ തീരുമാനമാണ്. പിന്നെ എങ്ങനെയൊക്കെ ആകുന്നൊന്നും അറിയാൻ പാടില്ല. പിന്നെ എന്തായാലും വോട്ട് ചെയ്യും. വോട്ടുണ്ട്, അത് തീർച്ചയായിട്ടും ചെയ്യും. ജനങ്ങളെല്ലാം കൂടെ തീരുമാനിക്കട്ടെ. അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഓരോരുത്തർക്കും ഓരോരോ തീരുമാനങ്ങളല്ലേ, ജനങ്ങളുടെ തീരുമാനത്തിൽ വിടുന്നു. കാട്ടാക്കടയെക്കുറിച്ച് ഒത്തിരി വികസന സങ്കല്പങ്ങളുമായി വോട്ടർമാർ. അവർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എന്നാൽ കുറെ പേർ ചിന്തിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു.
പാർലമെന്റ് മണ്ഡലത്തിൽ വികസനം വേണം. വികസനം ചെയ്ത ആൾക്കേ വോട്ടുള്ളൂ. അത് ജനം ആഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.